കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു നിർണായകമായ ഉത്തരവ് പുറത്തു വന്നു. അവിടെ ഒരു ഹർജി പരിഗണിക്കുന്ന വേളയിലായിരുന്നു സുപ്രീം കോടതി ഇത്തരത്തിലൊരു നിർണായകമായ ഉത്തരവ് നൽകിയതെന്ന് മാത്രമല്ല ആ ഹർജി തള്ളുകയും ചെയ്തു. ആ ഹർജി ഛത്തീസ്ഗഡിലെ ചില ഗ്രാമങ്ങളിൽ ഈ ക്രിസ്ത്യൻ മിഷണറി അല്ലെങ്കിൽ പാസ്റ്റർമാർക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള ബോർഡുകൾ അവിടുത്തെ ഗ്രാമസഭകൾ സ്ഥാപിച്ചിരുന്നു. ആ ബോർഡുകളിൽ എഴുതിയിരുന്നത് മതപരിവർത്തനത്തിനായിട്ട് ഇവിടെ ആരും വരേണ്ട കാര്യമില്ല എന്നായിരുന്നു ആ ബോർഡുകളിൽ ഉണ്ടായിരുന്നത്. അതായത് ക്രിസ്ത്യൻ മിഷണറിമാർ അല്ലെങ്കിൽ ഈ പാസ്റ്റർമാർ, ഈ മതപരിവർത്തനം നടത്തുന്ന പാസ്റ്റർമാർക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള ബോർഡുകളാണ് ഗ്രാമസഭകൾ അവിടെ ഉയർത്തിയത്. ഒന്നും രണ്ടും ഗ്രാമസഭകളല്ല. കാങ്കർ, പർവി, മൂഡൽ, ജൻവ്യനി, ഘോട്ട, ഘോട്ടിയ, ഹബേൽപൂർ, മുസ്പുട്ട, സുലംഘി തുടങ്ങിയ എല്ലാ ഗ്രാമസഭകളും ഇത്തരത്തിൽ സഭകളുടെ കവാടത്തിൽ തന്നെ ബോർഡുകൾ സ്ഥാപിക്കുകയും അത്തരത്തിൽ അവിടെ കടന്നു കയറുന്നവരെ തിരിച്ചയക്കുകയും മറ്റും ചെയ്തു. ഇതിനെതിരെ ഇത്തരം ചില സഭക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. അവർക്ക് വേണ്ടി ഹാജരായത് കോളിൻ ഗോൺസാൽവാസ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകനാണ്. ആ അഭിഭാഷകൻ അവിടെ വാദിച്ചത് തങ്ങൾ അവിടെ പ്രാർത്ഥനയ്ക്കായിട്ടാണ് പോകുന്നത്. അവിടെ മതപരിവർത്തനം ചെയ്തു വരുന്നവരുടെ ഡെഡ് ബോഡി കുഴിച്ചിടാൻ പോലും ഗ്രാമവാസികൾ സമ്മതിക്കുന്നില്ല. കാരണം ക്രിസ്തീയ ആചാരപ്രകാരം ഡെഡ് ബോഡി കുഴിച്ചിടുകയാണ്. ഈ ഗോത്രവർഗ ആദിവാസി സംസ്കാര പ്രകാരം അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഇടങ്ങളിൽ, അവരുടെ ശ്മശാനങ്ങളുടെ ഇടങ്ങളിൽ ഇത് അനുവദിക്കുന്നില്ല. പകരം ഞങ്ങൾ കുഴിച്ചിട്ട മൃതദേഹങ്ങൾ പോലും അവർ എടുത്തുകൊണ്ട് പോകുന്നു. ഇതിനെതിരെ ഒരു കേസും ചാർജ് ചെയ്തിട്ടില്ല. തങ്ങൾക്ക് എതിരെ 700ഓളം അക്രമ സംഭവങ്ങൾ നടന്നു. അതിന്റെ കേസ് ഈ സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ അനവധി കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്ന് പറയുന്ന രണ്ട് ജഡ്ജിമാരുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഛത്തീസ്ഗഡില് അങ്ങനെ ഒരു ബോർഡ് വെക്കുന്നതിന് ഭരണഘടനാപരമായി യാതൊരു എതിർപ്പുമില്ല. കാരണം മതപരിവർത്തനത്തിനെ എതിർത്തുകൊണ്ടുള്ള ബോർഡാണ്. അത് പറയാൻ കോടതിക്ക് അവകാശമില്ല. അത് ഭരണഘടന അവർക്ക് ഉറപ്പു നൽകുന്ന കാര്യമാണ്. ഒപ്പം തന്നെ അവരുടെ സംസ്കാരത്തെ, സ്വത്വത്തെയും തകർത്ത് കളയുന്ന രീതിയിലാണ് ഇത്തരം മതപരിവർത്തന ലോബികൾ പ്രവർത്തിക്കുന്നതെന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ വിധിയെ ശരിവെക്കുകയും ചെയ്തു സുപ്രീം കോടതി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോത്രവർഗ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ പ്രചരണത്തിന് ചെല്ലേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞതിന്റെ അർത്ഥം. കാരണം അവർക്ക് അത് തടയാനുള്ള അവകാശമുണ്ട്. കാരണം ആ ഒരു സ്വത്വമുണ്ട് ഗോത്രവർഗ ആദിവാസി മേഖലയിൽ. ആ സ്വത്വം നശിപ്പിച്ചുകൊണ്ട് അവരെ ഈ ദുർബലത ചൂഷണം ചെയ്തുകൊണ്ട് നടത്തുന്ന ഈ മതപരിവർത്തനം അംഗീകരിക്കാൻ കഴിയില്ല. കാരണം മതപരിവർത്തനം ഈ മതസ്വാതന്ത്ര്യത്തിൽ പെടുന്നതല്ല എന്നുകൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഛത്തീസ്ഗഡ് സർക്കാരിന്റെ വിധിക്ക് സമാനമായ വിധി തന്നെയായിരുന്നു ഇപ്പോഴും വന്നത്. അതുമാത്രമല്ല, സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾക്ക് ഈ ആവശ്യവുമായി സുപ്രീം കോടതി അല്ല സമീപിക്കണം, ഹൈക്കോടതിയും ഗ്രാമസഭകളെ സമീപിക്കാമായിരുന്നു. പക്ഷെ നിങ്ങൾ അത് ചെയ്തില്ല. നിങ്ങൾ ഇങ്ങോട്ടേക്കാണ് വന്നത്. പക്ഷേ ഏതായാലും ഞങ്ങൾക്ക് ഇത് മാത്രമാണ് പറയാൻ കഴിയുക. ഒപ്പം തന്നെ ഛത്തീസ്ഗഡ് കോടതിയിൽ നടക്കുന്ന മറ്റ് കേസുകൾ, മതപരമായ കേസുകൾ ഇടപെടാനും സുപ്രീം കോടതി വിസമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഒരു ആശ്വാസം ഈ മതപരിവർത്തന ലോബിക്ക് ഉണ്ടായിട്ടുണ്ടാകും. കാരണം സുപ്രീം കോടതി തന്നെ പറഞ്ഞു തടയാൻ അവർക്ക് അവകാശമുണ്ട്. ആ ഗോത്രവർഗ്ഗങ്ങൾ ആദിവാസി മേഖലയിൽ ചെന്നിട്ട് മതപരിവർത്തനത്തിന് ശ്രമിക്കേണ്ട എന്നുള്ള കാര്യം അത് പലപ്പോഴും സംഘർഷങ്ങൾക്ക് ഇട നൽകിയിട്ടുണ്ട്. പല സംഘർഷങ്ങളും ഈ ഛത്തീസ്ഗഡിൽ ഉണ്ടാകുന്നതിന് പ്രധാന കാര്യവും അതാണ്. കാരണം അവിടെ വിശ്വഹിന്ദു പരിഷത്തോ ബജരംഗ് ദളോ അല്ല, ഈ ആദിവാസി സമൂഹം അത്ര ദുർബലരല്ല. ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനത്തിന്റെ നട്ടെല്ല് തന്നെയാണ്. 30-32% ഉണ്ടവർ. ഒരു സംഘടിത ശക്തി തന്നെയാണ്. അവർ അവരുടെ അമ്പും വില്ലും മറ്റു ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഇവരെ മാത്രമല്ല, പാസ്റ്റർമാരെ മാത്രമല്ല, മുൻപ് അവിടെ മതപരിവർത്തനത്തിനായി ചെന്ന ഇസ്ലാമിക മതപണ്ഡിതന്മാരെയും ഒപ്പം ഇസ്ലാമിസ്റ്റുകളെയൊക്കെ അവരിങ്ങനെ തുരത്തി ഓടിച്ചിട്ടുണ്ട്. അനവധി പേർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് അവരുടെ ഒരു സംസ്കാരമുണ്ട്. അതിന് ഇന്ത്യൻ ഭരണഘടന പോലും അവർക്ക് പ്രത്യേക പ്രിവിലേജ് നൽകുമ്പോഴാണ് അവിടേക്ക് കടന്നു കയറി അവരുടെ ആ ദുർബലാവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും മതപരമായ ചടങ്ങുകളിൽ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതി വാളെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.